ഗുഡ് മോർണിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇക്വിറ്റി വാല്യൂഷൻ എന്ന് പറയുന്നത്. ഇക്വിറ്റി വാല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടൈം വാല്യൂ ഓഫ് മണിയാണ്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ പണവും അതേപോലെ തന്നെ സമയവും തമ്മിലുള്ള ബന്ധമാണ്. പണം സമയത്തിനനുസരിച്ചിട്ട് പണത്തിൻ്റെ മൂല്യത്തിൽ സമയത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് നാളെ കിട്ടുന്ന ഒരു രൂപക്ക് ഇന്നത്തെ ഒരു രൂപയേക്കാൾ മൂല്യം കുറവായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നൊരു രൂപയുണ്ട്, അതിൻ്റെ മൂല്യം നാളെ ആകുന്ന സമയത്തേക്ക് ഇന്നത്തെ അത്ര ഉണ്ടാവില്ല, കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ നാളെ കിട്ടുന്ന ഒരു രൂപയേക്കാൾ കൂടുതൽ മൂല്യം ഇന്ന് കിട്ടുന്ന ഒരു രൂപക്ക് ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സിമ്പിളായിട്ട് കോമ്പൗണ്ടിങ് എന്ന് പറയാം. അവിടെ പ്രസൻറ്റ് വാല്യൂവും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, അതേപോലെ തന്നെ എത്രയാണ് വർഷം, എത്ര വർഷത്തേക്കാണ് നമ്മൾ എത്ര ഫ്യൂച്ചർ ഇയേഴ്സ് എത്രയാണ് എടുക്കുന്നത്, ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയാം. അവിടെ നമ്മൾ ഈ ഫ്യൂച്ചർ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ FV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ആണ് ഇക്വൽ ടു PV ഇൻറ്റു 1+R ഓൾ റൈസ് ടു N ആണ് വരുന്നത്. അതിനകത്ത് PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂ ആണ്. അതിന് നമ്മൾ ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് ഒന്ന് പ്രസൻറ്റ് വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ദെൻ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര ഇയേഴ്സിലേക്കാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കൺവേർട്ട് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ കാണാം. ഒരു 100 രൂപ മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി മിസ്റ്റർ ബിക്ക് കൊടുക്കുകയാണ്. ആ മിസ്റ്റർ ബി അത് ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് 10% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. 2 വർഷത്തേക്കാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം എത്രയായിരിക്കും ആ 100 രൂപയുടെ വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് 100 രൂപയാണ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് 10% ആണ് അവിടെ എടുക്കുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് 2 ആണ് എടുക്കുന്നത്. നമ്മൾ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 വർഷത്തിന് ശേഷം ഇന്നത്തെ 100 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് 121 രൂപയായിരിക്കും. ദെൻ അതേപോലെ തന്നെ അതിന് വേറൊരു എക്സാമ്പിൾ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ടിങ്ങിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്, ഫ്യൂച്ചർ വാല്യൂവും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും നമ്പർ ഓഫ് ഇയേഴ്സും ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയും. അവിടെ നമ്മൾ ഫ്യൂച്ചറിലുള്ള ഒരു എമൗണ്ടിനെ ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ്. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PV FV ഡിവൈഡ് ബൈ 1+R ഓൾ റൈസ് ടു N എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഇക്വേഷൻ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇക്വേഷനാണ്. സോ അതിനൊരു എക്സാമ്പിൾ അവിടെ നമുക്ക് കാണാം. 2 വർഷത്തിന് ശേഷം കിട്ടുന്ന 121 രൂപയുടെ ഇന്നത്തെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കോമ്പൗണ്ടിങ്ങിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇലിസ്ട്രേഷൻ അതിൻ്റെ ജസ്റ്റ് ഒരു റിവേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. 2 വർഷത്തിന് ശേഷം കിട്ടുന്ന 121 രൂപ, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10%, അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതിൻ്റെ ആൻസറാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു മുകളിലുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 രൂപയാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഈ ഡിസ്കൗണ്ടിങ്ങും അതേപോലെ തന്നെ കോമ്പൗണ്ടിങ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഈ 2 കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇക്വിറ്റി വാല്യൂഷൻ മോഡൽസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി വാല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർസിൻ്റെ നമ്മൾ മറ്റൊരു പേരാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർസിനെ കോമൺലി വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷെയർസിൻ്റെ അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ യഥാർത്ഥ മൂല്യം കണ്ടെത്തുന്നതിനാണ് ഇക്വിറ്റി വാല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇക്വിറ്റിയുടെ ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഇക്വിറ്റി വാല്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ വർത്ത് ഓഫ് എ ഇക്വിറ്റി, അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ റിയൽ വർത്ത് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രൈസ് എത്രയാണ് എന്ന് കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഇക്വിറ്റി വാല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇക്വിറ്റി വാല്യൂഷൻ ചെയ്യേണ്ടതിൻ്റെ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റിനകത്ത് ഷെയർസ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. NSE-യിലായാലും BSE-യിലായാലും ഇനി മറ്റു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായാലും ഷെയർസ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് അവിടെയുള്ള ഡിമാൻഡും സപ്ലൈക്ക് അനുസരിച്ച് അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പ്രൈസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, മാർക്കറ്റിനകത്ത് ഒരു പ്രൈസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു പ്രൈസ് ചിലപ്പോൾ അത് ഓവർ പ്രൈസ്ഡ് ആയിരിക്കും, ചില സമയത്ത് അണ്ടർ പ്രൈസ്ഡ് ആയിരിക്കും. നമ്മളിവിടെ റിയൽ വർത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ഷെയർസിൻ്റെ പ്രൈസ് എല്ലാ സമയത്തെയും അതിൻ്റെ റിയൽ വർത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു റിയൽ വർത്തിലേക്കുള്ള ആ ഒരു പ്രൈസിലേക്ക് വരാനുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റിയൽ വർത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷെയർ ഇനി അപ്പ് മൂവ്മെൻ്റ് ആണോ അതോ ഡൗൺ മൂവ്മെൻ്റ് ആണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇക്വിറ്റി വാല്യൂഷൻസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇക്വിറ്റി വാല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടെത്തുക അല്ലെങ്കിൽ അതിൻ്റെ റിയൽ വർത്ത് കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഇക്വിറ്റി വാല്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിറ്റി വാല്യൂഷൻ നമുക്ക് ബോണ്ട് വാല്യൂഷൻ അല്ലെങ്കിൽ ഡിബഞ്ചർ വാല്യൂഷനൊക്കെ സംബന്ധിച്ചിടത്തോളം അതിനെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം, കാരണം നമുക്കറിയാം ബോണ്ട് ഡിബഞ്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഫിക്സ്ഡ് ആയിരിക്കും. സോ നമുക്ക് അതിൻ്റെ റിയൽ വർത്ത് കണ്ടെത്താൻ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതേ സമയത്ത് സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഡിവിഡൻഡ് ഒരിക്കലും ഫിക്സ്ഡ് എമൗണ്ട് അല്ല. സോ നമുക്ക് അതിൻ്റെ റിയൽ
വർത്ത് കണ്ടെത്തുന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സോ അവിടെ നമുക്ക് ഈ ഇതിൻ്റെ റിയൽ വർത്ത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽസാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും 2 മോഡൽസാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽസാണ്, സെക്കൻഡ് വൺ പ്രൈസ് റേഷ്യോ മോഡൽസ്. ഇങ്ങനെ 2 മോഡൽസാണ് നമ്മൾ ഇക്വിറ്റിയുടെ റിയൽ വർത്ത് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽസ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനെയൊക്കെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് നടത്തിക്കൊണ്ട് അതിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്തുന്നതിനാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയും. ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഈ 2 കാര്യങ്ങളെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്തുക. അതിനാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ അല്ലെങ്കിൽ DDM എന്ന് പറയാറുണ്ട്. ഇതിനകത്ത് 2 മോഡൽസ് കൂടിയുണ്ട്, അതിൻ്റെ സബ് ആയിട്ട് വരുന്നതാണ്. അതിൽ ഫസ്റ്റ് ആണ് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലും അതേപോലെ തന്നെ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. ഇങ്ങനെ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽസിൻ്റെ 2 സബ് മോഡൽസ് ആയിട്ട് വരുന്നതാണ്. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലുണ്ട്, അതേപോലെ തന്നെ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലുണ്ട്. ദെൻ അതിൽ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റർക്ക് ഷെയറിൽ നിന്ന് അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ നിന്ന് പ്രധാനമായിട്ടും 2 റിട്ടേൺസുകളാണ് കിട്ടുക. ഒന്ന് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ലാഭമുണ്ടെങ്കിൽ അവരുടെ ഷെയറിന് ലാഭത്തിൻ്റെ ഒരു വിഹിതം ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതാണ് നമുക്ക് ഡിവിഡൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷെയർ വാങ്ങിച്ച വിലയും വിറ്റ വിലയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. പ്രധാനമായിട്ടും ഷെയറിൽ നിന്ന് ഈ 2 റിട്ടേൺസുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ 2 റിട്ടേൺസുകളെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ റിയൽ വർത്ത് കാണുന്ന ആ ഒരു മോഡലിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഈ 2 മോഡൽസുകളുണ്ട്, സിംഗിൾ പീരീഡ് വാല്യൂഷൻ മോഡലും അതേപോലെ തന്നെ മൾട്ടി പീരീഡ് വാല്യൂഷൻ മോഡലും. അതിൽ സിംഗിൾ പീരീഡ് വാല്യൂഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഷെയർ വാങ്ങിച്ചു 1 വർഷം ഹോൾഡ് ചെയ്തതിന് ശേഷം ആ ഷെയർ വിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മോഡലാണ് സിംഗിൾ പീരീഡ് വാല്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ്. സിംഗിൾ പീരീഡ്, ഒരു ഇയർ ഒരാൾ ഷെയർ വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഡിവിഡൻഡ് കിട്ടിയതിന് ശേഷം ആ ഒരു ഷെയർ വിൽക്കുക. ആ സമയം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഡിവിഡൻഡിൻ്റെ ഷെയറിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മോഡലിനെയാണ് സിംഗിൾ പീരീഡ് വാല്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P0 = D1 / 1 + K + P1 / 1 + K ആണ്. അവിടെ P0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറണ്ട് പ്രൈസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ റിയൽ വർത്തിനെയാണ് P0 എന്ന് പറയുന്നത്. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ഡിവിഡൻഡ് കിട്ടുന്നത് ആ ഡിവിഡൻഡിനെയാണ് D1 എന്ന് പറയുന്നത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ദെൻ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം ഹോൾഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഷെയർ എത്ര രൂപക്കാണോ വിൽക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് P1 അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഇൻവെസ്റ്റർ അവിടെ ഒരു ഷെയർ വാങ്ങിച്ച് അതിൽ നിന്ന് 30 പൈസ ഡിവിഡൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് നെക്സ്റ്റ് ഇയറിൽ 60 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് 30 പൈസയാണ്. അടുത്ത വർഷം അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് 60 രൂപയാണ്. അതിൻ്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 20% ആണെങ്കിൽ അതിൻ്റെ ആ ഷെയറിൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥ മൂല്യം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആണ്. K എന്ന് പറയുന്നത് അതായത് റേറ്റ് ഓഫ് റിട്ടേൺ 20% ആണ്. സോ നമ്മൾ 0.20 എന്നെടുത്തു. D1 ഡിവിഡൻഡ് എന്ന് പറയുന്നത് 30 പൈസയാണ്. സോ നമ്മൾ 0.30 എന്നെടുത്തു. ദെൻ P1 നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് അത് 60 റുപ്പീസാണ്. അത് നമ്മൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ യഥാർത്ഥ മൂല്യം 50 രൂപയായിരിക്കും കിട്ടുക. ഇപ്പോൾ ഈ ഷെയറിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്ക് കിട്ടിയിട്ടുള്ള 50 രൂപയാണ്. ഈ ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന 50 രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 55 രൂപക്കോ അല്ലെങ്കിൽ 52 രൂപയ്ക്കൊക്കെയാണ് നമ്മളത് ഷെയർ ഇപ്പോൾ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിലവിൽ ഓവർ പ്രൈസ്ഡാണ്. സോ അത് 50ലേക്ക് താഴ്ന്നു വരാനാണ് അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡൻസി 50 രൂപയിലേക്ക് വരാനാണ് കാണിക്കുക. ഇനി അതേ സമയത്ത് ഈ ഷെയറിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ 40 അല്ലെങ്കിൽ 45 ഈ 50നേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ ടെൻഡൻസി എപ്പോഴും ഒരു അപ്പ് മൂവ്മെൻറ്റിനായിരിക്കും. സോ നമുക്ക് ഈ ഒരു അതിൻ്റെ റിയൽ വർത്ത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പ് മൂവ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻ്റ് ആണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വിറ്റി വാല്യൂഷൻ മോഡൽസ് ചെയ്യാറുള്ളത്. സോ അതിൽ വേറൊരു എക്സാമ്പിൾ കൂടി അവിടെ കാണാം. ആ ഒരു ക്വസ്റ്റിനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് മൾട്ടി പീരീഡ് വാല്യൂഷൻ മോഡലാണ്. മൾട്ടി പീരീഡ് വാല്യൂഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ പീരീഡ് വാല്യൂഷനിൽ നമ്മൾ പറഞ്ഞു ഒറ്റ ഇയർ മാത്രമേ അവിടെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. മൾട്ടി പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിലധികം ഒരു ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മോഡലിനെയാണ് മൾട്ടി പീരീഡ് വാല്യൂഷൻ മോഡൽ എന്ന് പറയാം. ഇവിടെ നമുക്കറിയാം ഡിബഞ്ചർ ആയാലും ബോണ്ട് ആയാലും അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ഇത്ര വർഷം മാത്രമേ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. പക്ഷേ ഷെയറിൻ്റെ കേസിൽ മെച്യൂരിറ്റി പീരീഡിൽ കമ്പനി എത്ര വർഷം അത് നിലനിൽക്കുന്നുണ്ടോ അത്രയും നമുക്ക് ആ ഒരു ഷെയർ ഹോൾഡ് ചെയ്യാം. അതായത് കമ്പനി എന്നാണോ വൈൻഡപ്പ് ചെയ്യുന്നവരെ നമുക്ക് ആ ഷെയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് പീരീഡാണ്. സോ നമുക്ക് ഇവിടെ ഒന്നിലധികം വർഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഷെയർ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ റിയൽ വർത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോഡലാണ് മൾട്ടി പീരീഡ് വാല്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. ഈ മൾട്ടി പീരീഡ് വാല്യൂഷൻ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് P0 = σDN / 1 + K all raised to n + Pn / 1 + K all raised to n ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതിനെ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പോൾ അതിന് കോമൺലി എഴുതിയതാണ് സിഗ്മ ഇട്ടുകൊണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ അവിടെ എന്തിനാണ് നമുക്ക് D1 / 1 + K all
റേസ് ടു 1 പ്ലസ് D2 ഡിവൈഡ് ബൈ 1 പ്ലസ് കെ ഓൾ റേസ് ടു 2. എത്ര വർഷമാണോ ഉള്ളത്, ഇപ്പോൾ ഒരു 5 വർഷമാണെങ്കിൽ D5 വരെ, D1 D2 D3 D4 D5 വരെ എഴുതേണ്ടി വരും. 7 വർഷമാണെങ്കിൽ D7 വരെ എഴുതേണ്ടി വരും. 3 വർഷമാണെങ്കിൽ D1 D2 D3 ആ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. എല്ലാത്തിൻ്റെയും അവസാനത്തിൽ നമ്മൾ PN കാണിക്കണം. കാരണം ഇപ്പോൾ 3 വർഷമുണ്ടെങ്കിൽ D3 എന്ന് കാണിച്ചതിന് ശേഷം D3 ഡിവൈഡ് ബൈ 1 പ്ലസ് കെ ഓൾ റേസ് ടു 3 പ്ലസ് P3 ഡിവൈഡ് ബൈ 1 പ്ലസ് കെ ഓൾ റേസ് ടു 3 എന്നുള്ള രീതിയിൽ എല്ലാത്തിൻ്റെയും കാണിക്കേണ്ടി വരും. അപ്പോൾ എത്ര വർഷത്തേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്, ആ ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ 7 വർഷത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ 7 വർഷം D1 to D7 വരെ വേണ്ടി വരും. ഇനി അതേ സമയത്ത് 3 വർഷമൊക്കെ ഉണ്ടെങ്കിൽ D3 വരെയാണ് വേണ്ടത്. 5 വർഷമാണെങ്കിൽ D5 വരെയാണ് വേണ്ടത്. എല്ലാത്തിൻ്റെ അവസാനം എത്രാമത്തെ വർഷമാണോ എൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് P5. ഇപ്പോൾ 5 വർഷമാണെങ്കിൽ P5 എന്ന് കാണിക്കുക, ഇനി 3 വർഷമാണെങ്കിൽ P3 എന്ന് കാണിക്കുക. ഓക്കെ, ആ രീതിയിൽ കൂടി കാണിക്കണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ് ദാറ്റ് ടു ഗെറ്റ് എ ഡിവിഡൻഡ് ഓഫ് ₹3, ₹4 ആൻഡ് ₹5 ഫ്രം എ ഷെയർ. ഒരു ഷെയറിൽ നിന്ന് ഒരു ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന ഡിവിഡൻഡുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 3 വർഷത്തെ ഡിവിഡൻഡ് ₹3, ₹4, ₹5 എന്നുള്ള രീതിയിൽ അടുത്ത 3 വർഷത്തിൽ ഡിവിഡൻഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 3-ാമത്തെ വർഷത്തിൻ്റെ അവസാനത്തിൽ ₹80 ഷെയർ വിൽക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 20% ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മൂല്യം എത്രയാണ് എന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അവിടെ എത്ര വർഷമാണ് ആ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത്. 3 വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ 3 വർഷമായിരിക്കും ആ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. സോ D1 D2 D3 പ്ലസ് P3 എന്നുള്ളതാണ് നമ്മൾ ആ ഇക്വേഷനിൽ കാണിക്കുന്നത്. അതിന് ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ആ ഒരു ഇക്വേഷൻ ചുരുക്കി അതിൻ്റെ ചുരുക്ക രൂപമാണ് നമ്മൾ കാണിക്കുന്നത്. P0 = സിഗ്മ DN ഡിവൈഡ് ബൈ 1 പ്ലസ് കെ ഓൾ റേസ് ടു n പ്ലസ് PN ഡിവൈഡ് ബൈ 1 പ്ലസ് കെ ഓൾ റേസ് ടു n. ദെൻ അവിടെ D1 D2 D3 അതിൽ D1 നമുക്കറിയാം ആദ്യത്തെ വർഷം കിട്ടുന്ന ഡിവിഡൻഡ് ₹3, D2 രണ്ടാമത്തെ വർഷത്തിൽ കിട്ടുന്ന ഡിവിഡൻഡ് ₹4, മൂന്നാമത്തെ വർഷം കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ₹5. ഓക്കെ, ദെൻ P3 എന്ന് പറയുന്നത് 3-ാമത്തെ വർഷത്തിൻ്റെ അവസാനത്തിൽ ആ ഒരു ഷെയർ വിൽക്കുന്ന എമൗണ്ട് ആണ്. വിൽക്കുന്നത് ₹80 അവിടെ വിൽക്കുന്നത്. ദെൻ അവിടെ താഴെ 1 പ്ലസ് കെ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കെ 20% ആണ്. സോ അതിനെ നമ്മൾ 0.20 ആയിട്ട് എടുത്തു. ദെൻ 1 പ്ലസ് കെ എന്ന് പറയുന്നത് 1.20 ആയിരിക്കും വരെ. ഫസ്റ്റത്തെ വർഷത്തിൽ 1.20 ഓൾ റേസ് ടു 1, രണ്ടാമത്തെ വർഷത്തിൽ 1.2 ഓൾ റേസ് ടു എന്ന് വരും. അതേപോലെ തന്നെ മൂന്നാമത്തെ വർഷത്തിൽ 1.2 ഓൾ റേസ് ടു 3. ദെൻ ₹80 വിൽക്കുന്നത് 3-ാമത്തെ വർഷത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെയും 1.2 ഓൾ റേസ് ടു 3 എന്ന് എടുക്കാനുള്ള കാര്യം. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 54.47 ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ വരിക. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുള്ളത്. ദെൻ അതിൻ്റെ വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് അവിടെ കാണാം. അതിനകത്തും ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെയും 3 വർഷത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. 3-ാമത്തെ വർഷത്തിൻ്റെ അവസാനത്തിൽ ആ ഒരു ഷെയർ നമ്മൾ ₹55 വിൽക്കുന്നുണ്ട്. അവിടെ 3 വർഷത്തിലും അതിന് കിട്ടുന്ന ഡിവിഡൻഡ് ₹2 തന്നെയാണ്. സോ ആ രീതിയിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുക ₹40 അതിൻ്റെ റിയൽ വർത്ത് എന്ന് കിട്ടുന്നത്. അതും ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്നുള്ളത് നമുക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ എക്സാമ്പിളായിട്ട് കാണാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിലെ രണ്ടാമത്തെ മോഡലാണ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ നമ്മൾ ഈ ഒരു മോഡൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഓൾവേസ് ഗ്രോ ചെയ്തുകൊണ്ട് ഓരോ വർഷവും അതിൻ്റെ റിട്ടേൺ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഏണിങ്സ് കമ്പനിയുടെ ഏണിങ്സിനനുസരിച്ച് ഡിവിഡൻഡ് വളർന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഗ്രോ ചെയ്യും എന്നുള്ള ആ ഒരു അസംഷൻ്റെ ബേസിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അവിടെ തന്നെ 2 അസംഷൻസ് ആണ് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു മോഡലിനകത്ത് 2 അസംഷൻസ് ഉണ്ട്. ഒന്നൊരു കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് എന്നുള്ള അസംഷനാണ്. രണ്ടാമത്തത് നോട്ട് കോൺസ്റ്റൻറ്റ്, അതായത് എല്ലാ വർഷവും ഒരേ രൂപത്തിലുള്ള വളർച്ച എന്നുള്ള അതിനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അതിനെയാണ് നമ്മൾ നോട്ട് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 അസംഷൻസ് നമുക്ക് ആ ഒരു മോഡലിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള M. ഗോർഡൻ ആണ്. അതുകൊണ്ട് തന്നെ ഗോർഡൻ ഗ്രോത്ത് ഫോർമുല എന്ന് പറയാറുണ്ട്. നമുക്ക് എക്സാമിനകത്തൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഗോർഡൻ ഗ്രോത്ത് ഫോർമുല എന്താണ് അല്ലെങ്കിൽ ഗോർഡൻ്റെ ഡിവിഡൻഡ് ഫോർമുല എന്താണ് എന്നുള്ള രീതിയിലൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഈ രീതിയിൽ അതിനത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ ആ ഒരു ഗോർഡൻ്റെ ഫോർമുല പ്രകാരം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. P0 = D1 ഡിവൈഡ് ബൈ K - G എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. അതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ യഥാർത്ഥ റിയൽ വർത്താണ്. ദെൻ D1 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ ഡിവിഡൻ്റ് ആണ് വരുന്നത്. ദെൻ ചില സമയങ്ങളിൽ ക്വസ്റ്റിനകത്ത് ലാസ്റ്റ് ഇയറിൽ ഡിവിഡൻ്റ് ഇത്രയാണ്, ഈ വർഷം ഇത്ര ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു എന്ന രൂപത്തിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരിക. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ D0 ആണ് തന്നതെങ്കിൽ ലാസ്റ്റ് ഇയറിൽ ഡിവിഡൻ്റിനെയാണ് നമ്മൾ D0 എന്ന് പറയുന്നത്. D0 ആണ് തന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് D1 കാണേണ്ടതുണ്ട്. സോ D1 കാണാനുള്ള ഒരു ഇക്വേഷനാണ് D1 = D0 × 1 + G എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ. അധിക സമയത്തും ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ വർഷം കറണ്ട് ഇയറിൽ ഡിവിഡൻ്റ് ഇത്രയാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഡിവിഡൻ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും തരിക. ആ സമയത്ത് നമ്മളവിടെ D1 കാണേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഇയർ ഡിവിഡൻ്റ് ഇത്രയാണെന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ നമ്മളവിടെ നിർബന്ധമായിട്ടും D1 കാണാം. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ D1 കാണാം. അതിൻ്റെ ഇക്വേഷനാണ് നമുക്കവിടെ കാണുന്നത്. K എന്ന് പറഞ്ഞാൽ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്. D0 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ഒരു ബേസിലാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാം എ കമ്പനി എക്സ്പെക്റ്റഡ് ടു അനൗൺസ് ഇറ്റ്സ് ഡിവിഡൻറ്റ് ആസ് ₹4 നെക്സ്റ്റ് ഇയർ. അതിൻ്റെ ഒരു കമ്പനി അനൗൺസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ₹4 നെക്സ്റ്റ് ഇയറിൽ അതിൻ്റെ ഡിവിഡൻ്റ് ആയിക്കൊണ്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ₹4 എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അവിടെ നമുക്ക് അറിയാം അവിടെ D1 ആണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ ആണ്
ആണെങ്കിൽ നമ്മൾ D0 ആയിട്ട് എടുക്കണമായിരുന്നു. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഇയർ എന്നാണ് പറഞ്ഞത്. സോ D1 ആയിട്ട് നമ്മൾ 4 എന്ന് എടുക്കുക. ദെൻ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞിട്ടുള്ളത് 15% ആണ്. സോ അതിനെ 15 ആയിട്ട് എടുക്കുക. ഗ്രോത്ത് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഓരോ വർഷവും 10% പറഞ്ഞിട്ടുള്ളത്. സോ G ആയിട്ട് 0.10 എന്ന് എടുക്കുക. ദെൻ അത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിയൽ വർത്ത് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടുന്നത് ₹80 ആണ്. ഓക്കെ, അതേപോലെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് അവിടെ കാണാം. അവിടെ ലാസ്റ്റ് ഇയേഴ്സ് ഡിവിഡൻഡ് ഓഫ് എ കമ്പനി ഈസ് ₹40 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്കത് ക്ലിയർ ആണ്. D0 ആണ് തന്നിട്ട് ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണ് 40 വരുന്നത്. സോ നമ്മളവിടെ നിർബന്ധമായിട്ടും D1 കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ ചെയ്യുന്ന സമയത്ത് D1 ഡിവൈഡ് ബൈ K - G എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്തു. ഇനി ആ D1 എന്നുള്ളത് D1 കാണാനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് അവിടെ എഴുതിയിട്ട് D0 × 1 + G എന്ന് പറയുന്ന D1 എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുകയാണ്. സോ എന്ത് ചെയ്യുകയാണ്, ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷെയറിൻ്റെ യഥാർത്ഥ മൂല്യം ₹840 എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദെൻ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അത് ഇവിടെ കാണാം. ദെൻ അതിനൊരു മറ്റൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്ക് എന്നുള്ള രൂപത്തിൽ അവിടെ നമുക്ക് കാണാം. ദെൻ നെക്സ്റ്റ് ദ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡലാണ്. മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞു. അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ് മൾട്ടിപ്പിൾ ഗ്രോത്ത്. മൾട്ടിപ്പിൾ ഗ്രോത്ത് എന്ന നോട്ട് കോൺസ്റ്റൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരു ഷെയർ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ആദ്യത്തെ പീരീഡിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്തും അതിനുശേഷം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്തും അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ എന്ന് പറയാം. മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത്, നമുക്കൊരു പുതിയ കമ്പനി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ ഫേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ആ ഒരു തുടക്ക കാലഘട്ടങ്ങളിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതിനുശേഷം ആ ഒരു വളർച്ചയെത്തി അതിൻ്റെ ഒരു മെച്യൂരിറ്റിയിൽ എത്തുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ അങ്ങനെയുള്ള ആ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇക്വിറ്റീസിൻ്റെ അതിൻ്റെ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കൺസെപ്റ്റുകൾ V1 എന്ന് പറയുന്നത് അതേപോലെ തന്നെ V2 എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞ പോലെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ V1 എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അതേപോലെ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് ഉള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ V2 എന്ന് പറയുന്നത്. ദെൻ ഈ രണ്ട് പീരീഡുകളും ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ P0 കിട്ടുന്നത്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ V1 കാണാനുള്ള ഇക്വേഷനാണ്. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉള്ള സമയത്ത് അതിൻ്റെ വാല്യൂ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. V1 = D1 ഡിവൈഡ് ബൈ 1 + K all raised to 1, D2 ഡിവൈഡ് ബൈ 1 + K all raised to 2 പ്ലസ് DN. എത്ര വർഷമാണോ ഈ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉള്ളത് അത്രയും വർഷം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് V1 കാണും. ദെൻ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ D1 D2 എന്ന് പറയുന്നുണ്ട്. ഓരോ വർഷത്തെയും D1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷത്തെ ഡിവിഡൻ്റ് ആണ്, D2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തെ ഡിവിഡൻ്റ് ആണ്, മൂന്നാമത്തെ വർഷത്തെ ഡിവിഡൻ്റ്. ഇങ്ങനെ അതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. D1 D2 ചില സമയങ്ങളിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ തരാത്ത സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇക്വേഷനാണ് D1 D0 × 1 + G all raised to 1 ആണ്. രണ്ടാമത്തെ D2 കാണാൻ വേണ്ടി D0 × 1 + G all raised to 2. ദെൻ D3 = D0 × 1 + G all raised to 3. ആ രൂപത്തിലാണ് നമ്മൾ ഇപ്പോൾ നാലാമത്തെ ആണെങ്കിൽ D4 = D0 × 1 + G all raised to 4 എന്നുള്ള ആ രൂപത്തിലാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ കാണേണ്ടത്. അല്ലെങ്കിൽ ഡിവിഡൻഡ് അതിൻ്റെ എത്രയാണ് ഡിവിഡൻഡ് ഓരോ വർഷത്തെയും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ദെൻ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് V2 എന്ന് പറയുന്നത്. V2 നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്തിൽ ആ ഒരു പീരീഡിനെയാണ് V2 എന്ന് പറയാം. ദെൻ V2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ DN × 1 + G ഡിവൈഡ് ബൈ K - G × 1 + K all raised to N ആണ്. അവിടെ ഈ DN എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉള്ള ആ ഒരു പീരീഡിലെ എത്രയാണോ അവസാനത്തിൽ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി പീരീഡിൻ്റെ അവസാനത്തിൽ എത്രയാണോ നമുക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുള്ളത് അതിനെയാണ് DN എന്ന് പറയുന്നത്. ദെൻ 1 + G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്, K എന്ന് പറഞ്ഞാൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ദെൻ G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ V1 ഉം V2 കാൽക്കുലേറ്റ് ചെയ്യുക. V1 ഉം V2 കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ P0 കിട്ടും. സോ നമുക്ക് അവിടെ ഏറ്റവും അവസാനത്തിൽ ആ ഒരു ഇക്വേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ P0 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ V1ൻ്റെ ഇക്വേഷനാണ്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് V2ൻ്റെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്ത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ P0 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നു. റിലയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവർ ലാസ്റ്റ് ഇയറിൽ കറണ്ട് ഇയറിൽ അവർ പേ ചെയ്തിരുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ₹2. നെക്സ്റ്റ് വർഷങ്ങളിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ₹3. അതേപോലെ തന്നെ അതിന് തൊട്ടടുത്ത വർഷം ₹3.50 പിന്നെ ₹4. അതാണ് അവിടെ അവർ പ്രതീക്ഷിക്കുന്ന ഡിവിഡൻഡ്. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉള്ള ഒരു പീരീഡാണ്. ആദ്യം ₹2 പിന്നെ അത് ₹3 ₹3.50 പിന്നെ ₹4. ദെൻ അതിനുശേഷം ഈ ഇത്രയും പീരീഡിന് ശേഷം അത് ആ ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ അവരുടെ ഡിവിഡൻഡിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 10% ഇൻഫിനിറ്റി പീരീഡിലേക്ക്, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ലെവലിലേക്ക് അത് മാറുകയാണ്. ആദ്യം തുടക്ക വർഷങ്ങളിൽ ₹2 പിന്നീട് അത് ₹3 പിന്നീട് അത് ₹3.50 പിന്നീട് ₹4. അതായത് നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് എന്ന് പറയാം. അതിനുശേഷം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് വരികയാണ്. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എത്രയാണ് അതിൻ്റെ വാല്യൂ ഓഫ് ഷെയർ, ട്രൂ വാല്യൂ ഓഫ് ഷെയർ എത്രയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അവിടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുള്ളത് 20% ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള V1 കാണണം. V1 കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ള കറണ്ട് ഇയറിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ അവർ കൊടുത്തിട്ടുള്ള ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ₹2. സോ നമ്മൾ ആ ഒരു വർഷത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഫ്യൂച്ചർ ഇയേഴ്സിന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഫ്യൂച്ചർ ഇയറിൽ നെക്സ്റ്റ് ഇയറിൽ ₹3 ആയിരിക്കും അവിടെ ഡിവിഡൻഡ് തരുന്നുണ്ടാവും. അതിൻ്റെ ശേഷമുള്ളത് 3.5
5 നെക്സ്റ്റ് 4 ഈ രൂപത്തിലായിരിക്കും എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ആയിട്ട് പീരീഡ് ആയിട്ടുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം V1 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D1 D2 D3 നമുക്ക് ക്വസ്റ്റിനകത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ ഇനി അവിടെ D1 D2 D3 കാണേണ്ട ആവശ്യമില്ല. D1 എന്ന് പറയുന്നത് 3 രൂപയാണ്. നെക്സ്റ്റ് ഇയറിലെ ഫസ്റ്റ് ഇയറിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 3 രൂപയാണ്. അതിനുശേഷമുള്ളത് 3.50 ദെൻ 4 രൂപ. ഇതാണ് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡിലുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദെൻ 1 + k all raised to 1 1 + k all raised to 2 1 + k all raised to 3 അതിന് നമ്മൾ എന്ത് ചെയ്യാണ് 1 അവിടെ 20% ആയതുകൊണ്ട് 0.20 അല്ലെങ്കിൽ 0.2 എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് അതിൻ്റെ raised to 1 raised to 2 raised to 3 3 വർഷത്തെയും അങ്ങനെ ചെയ്യുകയാണ്. ദെൻ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V1 കിട്ടും. V1 കിട്ടുന്നത് 7.244 ആണ് കിട്ടുന്നത്. ദെൻ രണ്ടാമത്തെ പാർട്ട് V2 ആണ്. V2 ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അവിടെ DN എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അവസാനത്തെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്തിൽ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത് 4 രൂപയാണ്. ഇവിടെ നമുക്ക് കാണാം മൂന്നാമത്തെ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ കിട്ടിയിട്ടുള്ള 4 രൂപയാണ്. സോ നമ്മൾ DN ആയിട്ട് എടുക്കേണ്ടത് അവിടെ 4 ആണ് എടുക്കേണ്ടത്. ദെൻ 1 + G ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു കോൺസ്റ്റൻറ്റ് പീരീഡിൽ 10% ആണ് അവിടെ ഗ്രോത്ത് റേറ്റിൽ നമ്മളോട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ G ആയിട്ട് 0.10 അല്ലെങ്കിൽ 0.1 ആയിട്ട് എടുക്കണം. 1 + 0.1 അല്ലെങ്കിൽ 1 + 0.1 അവിടെ എടുക്കുന്ന സമയത്ത് 1.1 ആയിരിക്കും നമുക്ക് കിട്ടുക 4 × 1.1. ദെൻ അത് ചെയ്യുന്ന സമയത്ത് K നമുക്ക് 0.20 ആണ് അല്ലെങ്കിൽ 20% നമ്മൾ 0.20 ആയിട്ട് എടുത്തു. ഗ്രോത്തിനെ നമ്മൾ 0.10 അല്ലെങ്കിൽ 10% നമ്മൾ നമ്പറിലേക്ക് മാറ്റിയതാണ്. ദെൻ 1 + K എന്ന് പറയുന്നത് 1 + 20% അതിന് 1.2 വന്നിട്ടുള്ള all raised to 3. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് നമുക്കറിയാം ഇവിടെ നമ്മൾ 3 വർഷമാണ് എടുത്തിട്ടുള്ളത്. സോ അവിടെ N നമ്മൾ 3 ആയിട്ട് എടുക്കുകയാണ്. ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടുക 25.462 ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് രണ്ടും കൂടി, അതായത് V1 ഉം V2 നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 32.71 ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു റിലയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന അവരുടെ കമ്പനിയുടെ ആ ഷെയറിൻ്റെ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് 32.71 ആണ്. ഇനി അത് ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്നുള്ളത് ഈ വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഈ വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. ഇനി മറ്റൊരു ക്വസ്റ്റൻ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതും ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ABC കമ്പനി എന്ന് പറയുന്ന കമ്പനി അവരുടെ ഈ ക്വസ്റ്റ്യനിലായത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ D0 മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇയറിൽ അവർ കൊടുത്തിട്ടുള്ള ഡിവിഡൻഡ് 25 ആയിരുന്നു. ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡിൽ പറഞ്ഞിട്ടുള്ള 5 വർഷമാണ് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പറഞ്ഞിട്ടുള്ളത്. ആ 5 വർഷത്തെയും ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് D1 കാണാൻ, D2 കാണാൻ, D3 കാണാൻ, D4 കാണാൻ, D5 കാണാനുള്ള ഇക്വേഷൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരം അവിടെ ഡിവിഡൻഡ് കണ്ടിട്ടുണ്ട് 31.25 ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സെക്കൻഡ് ഇയറിൽ അവിടെ വരുന്നത് 39.625 ആണ്. തേർഡ് ഇയറിൽ 48.8281 വരുന്നുണ്ട്. ദെൻ ഫോർത്ത് ഇയറിൽ 61.03 വരുന്നുണ്ട്. ഫിഫ്ത്ത് ഇയറിൽ 76 വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ വർഷത്തെയും ഡിവിഡൻഡ് നമ്മൾ ആദ്യം നേരത്തെ കണ്ടുവെക്കേണ്ടതുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് V1 കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ വർഷത്തെയും ഡിവിഡൻഡ് വെച്ചുകൊണ്ട് നമ്മൾ V1 കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം രണ്ടാമത്തെ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ V2 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ താഴെ ഒരു all raised to n എന്ന് കാണാം. ഈ n ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് പീരീഡിൽ എത്ര വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നേരത്തെ നമുക്ക് 3 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൽ ചെയ്ത സമയത്ത് 3 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ 5 വർഷമാണുള്ളത്. സോ അവിടെ n ആയിട്ട് എടുക്കേണ്ടത് 5 ആണ് എടുക്കേണ്ടത് V2 കാണുന്ന സമയത്ത്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ അവിടെ V2 കിട്ടുന്ന എമൗണ്ട് നമുക്ക് കാണാം. ദെൻ ഈ രണ്ട് എമൗണ്ട് കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ P0 അല്ലെങ്കിൽ അതിൻ്റെ ട്രൂ വാല്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് നമ്മൾ അവർ കണ്ടിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വാല്യൂഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. വാല്യൂഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇക്വിറ്റി ഷെയറിനെ അപേക്ഷിച്ച് പ്രിഫറൻസ് ഷെയറിന് പ്രത്യേകത ഉണ്ട്. അതിനൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസിനെ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. അതായത് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത്. ഒന്ന്, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിന് മുമ്പായിട്ട് ഡിവിഡൻഡ് കിട്ടാനും, അതേപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ രണ്ട് റൈറ്റുകളുള്ള അതിനാണ് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയും. അത് മാത്രമല്ല ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്കൊരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. അത് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ഷെയറിൻ്റെ എത്രയാണോ ഫേസ് വാല്യൂ അതിൻ്റെ ഇത്ര ശതമാനം ഡിവിഡൻഡ് ആയി തന്നോളാം, കമ്പനിക്ക് ലാഭമുണ്ടെങ്കിൽ ഇത്ര ശതമാനം ഡിവിഡൻഡ് ആയി തന്നോളാം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഡിബഞ്ചറിനെയും അതേപോലെ തന്നെ ബോണ്ടിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിലും അവരുടെ ഡിവിഡൻഡ് ഓൾറെഡി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂഷൻ ഒന്നുകൂടി എളുപ്പമാണ്. ഇക്വിറ്റി ഷെയറിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂഷൻ ഒന്നുകൂടി എളുപ്പമാണ്. കാരണം അതിൻ്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ഇൻകം ആയിരിക്കും ഉണ്ടാവുക. കമ്പനിക്ക് ലാഭമുണ്ടെങ്കിൽ എന്ന് മാത്രമാണ് നമ്മളവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ട്രൂ വാല്യൂ റിയൽ വർത്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P0 = D/R എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് പെയ്ഡ് ആണ്. എത്രയാണോ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പറഞ്ഞിട്ടുള്ളത് അതിനാണ് നമ്മൾ D ആയിട്ട് എടുക്കേണ്ടത്. ദെൻ R എന്ന് പറഞ്ഞാൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഒരു ഡിവിഡൻഡിൻ്റെ ഒരു പ്രിഫറൻസ് ഷെയർ അതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 5 രൂപയാണ്. ദെൻ അതിൻ്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 10%. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വർത്ത് എത്രയാണ് നമ്മളോട് ചോദിച്ചുള്ളത്. സോ നമ്മൾ D ആയിട്ട് അവിടെ 5 കാണിക്കുക. ദെൻ R എന്ന് പറയുന്നിടത്ത് നമ്മൾ അതിൻ്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 10% ആയിരുന്നു അതിന്. സോ നമ്മൾ 0.10 എടുത്തു. സോ നമുക്ക് അതിൻ്റെ യഥാർത്ഥ വാല്യൂ 50 എന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് മറ്റു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ മായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഹോംവർക്കുകൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ്
ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ കോമ്പൗണ്ടിങ്, ഡിസ്കൗണ്ടിങ്, അതായത് പ്രസന്റ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ വാല്യൂ കാണുകയാണെങ്കിൽ അതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയാം. ദെൻ ഫ്യൂച്ചർ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റ് വാല്യൂ കാണുകയാണെങ്കിൽ അതിനെ ഡിസ്കൗണ്ടിങ് എന്നും. അതേപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി വാല്യൂഷൻ മോഡലാണ്. ഇക്വിറ്റി വാല്യൂഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിറ്റിയുടെ ഷെയറിൻ്റെ അല്ലെങ്കിൽ ഷെയറിൻ്റെ യഥാർത്ഥ മൂല്യം കാണുന്നതിനാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽസുകളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.